എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇഷിത ആവശ്യത്തിന് വഴക്ക് പറയുന്നുണ്ട്, ചീത്ത പറയുന്നുണ്ട് മഹേഷിനെ. മഹേഷ് ഒന്നും ഇടാതെ കേട്ട് നിൽക്കുവാണ്. അന്നേരം ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാ നിങ്ങൾക്ക്, എന്നെ ഭാര്യയുടെ സ്ഥാനത്തല്ലേ നിങ്ങൾ കാണുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഒരു വിശ്വസ്തയായ ഭാര്യ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പെണ്ണിൻ്റെ വീട്ടിലും ചെന്ന് കയറാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് സഹി കേട്ട് കുറേ പറഞ്ഞതിന് ശേഷം ഇഷിത എങ്ങോട്ട് പോകും. അന്നേരം ഒന്നും ഇടാതെ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുവാണ് മഹേഷ്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. ചിപ്പിമോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ചിപ്പിമോൾക്ക് വാരി കൊടുക്കുവാണ് അച്ചമ്മ. അന്നേരം അങ്ങോട്ട് ഇഷിത വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളോട് അമ്മ എന്താ പറഞ്ഞത്, തന്നെ കഴിക്കണം എന്നല്ലേ, മോൾ തന്നെ കഴിച്ചതെന്ന് പറഞ്ഞ് ആ പ്ലേറ്റ് എടുത്ത് മോളുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് തന്നെ കഴിക്കാൻ പറയും. അന്നേരം അത് മഞ്ജിമയ്ക്കും സ്വപ്നയിലേക്കും ഇഷ്ടപ്പെടുന്നില്ല. അവർ ചോദിക്കും, ഞങ്ങൾ വാരി കൊടുത്താൽ എന്താ കുഴപ്പം, നീ വാരി കൊടുത്താൽ മാത്രമേ കൊച്ചു കഴിക്കുകയുള്ളൂ, ഇങ്ങനെ കാണിച്ചാൽ കൊള്ളാവോ എന്നൊക്കെ ചോദിക്കും. അന്നേരം ഇഷിത പറയുന്നുണ്ട്, ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല, ഇവളുടെ സ്കൂളിലെ ടീച്ചർ ഡയറിയിൽ എഴുതിയിരുന്നതാണ്, മോൾ സ്കൂളിൽ ചെന്നിട്ടൊന്നും തന്നെ വാരി കഴിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ വാരി കഴിക്കാൻ പഠിപ്പിക്കണമെന്ന് അവർ പറഞ്ഞുകൊണ്ടാണ് എന്ന് പറയുമ്പം സ്വപ്നവല്ലി പറയുന്നുണ്ട്, പുസ്തകത്തിലെ കാര്യങ്ങൾ മാത്രം സ്കൂളിൽ പഠിപ്പിച്ചാൽ മതി, ഭക്ഷണം കഴിക്കുന്ന കാര്യമൊക്കെ ഞങ്ങൾ നോക്കിയോളാം എന്ന് പറഞ്ഞ് പിന്നെയും അത് വാരി തന്നെ കൊടുക്കാൻ തുടങ്ങുവാണ് സ്വപ്നവല്ലി. അന്നേരം ഇഷിത അത് മേടിച്ച് പിന്നെയും മേടിച്ച് ചിപ്പിമോളുടെ കയ്യിലോട്ട് കൊടുക്കും. എന്നിട്ട് മോളെ നല്ല മിടുക്കി കൂട്ടിയായിട്ടിരുന്ന് കഴിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും ചിപ്പി പറയും, നീ സ്കൂളിൽ പോകില്ല, എനിക്ക് പനിയാണ്. അന്നേരം ഞാൻ പോകില്ല കേട്ടോ അച്ചമ്മയെന്ന് പറയുമ്പോൾ സ്വപ്നമല്ലേ അതും സമ്മതിച്ചു കൊടുക്കും. പക്ഷേ ഇഷിത സമ്മതിക്കില്ല. ഇഷിത പറയുന്നുണ്ട്, മോള് ചെറിയ ക്ലാസ്സിലാണെങ്കിലും സ്കൂളിൽ പോയി പഠിച്ചാലേ ഇപ്പം തന്നെ നല്ല രീതിയിൽ പഠിച്ചു വന്നാലേ പറ്റുള്ളൂ, അതുകൊണ്ട് പോയേ പറ്റുള്ളൂ എന്നൊരു അധികാരഭാവത്തിൽ പറയുവാണ്. അത് സ്വപ്നവല്ലിക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ സ്വപ്നവല്ലി പറയുന്നുണ്ട്, വന്നിട്ട് 3-4 ദിവസമായുള്ളൂ, അന്തേക്ക് നീ ഭരണം തുടങ്ങിയോ, നീ എൻ്റെ മോനെ മാറ്റിയെടുക്കുമോ എന്നൊക്കെ ചോദിക്കുവാണ്. അവനങ്ങനെ മാറത്തൊന്നുമില്ല, എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് പറയുമ്പോൾ, ഭയങ്കര സ്നേഹമുള്ള മോൻ്റെ പ്രകടനമൊക്കെ കഴിഞ്ഞ് ഇന്നലെ ഞാൻ റൂമിൽ കൊണ്ടാക്കിയിട്ടുണ്ട്, പോയി കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇഷിത അങ്ങോട്ട് പോകും. പിന്നെ കാണിക്കുന്നത് ഇഷിത ഒരു കപ്പ് കോഫിയായിട്ട് മഹേഷിൻ്റെ അടുത്ത് ചെല്ലുവാണ്. എന്നിട്ട് കോഫി കൊടുത്തിട്ട് പറയും, ഇത് കോഫിയാണ്, ഇത് കുടിച്ചോ, തലയിൽ കെട്ട് മാറാൻ നല്ലതാണ് എന്ന് പറയും. അന്നേരം മഹേഷ് ആദ്യം പറയുന്നുണ്ട്, ഞാൻ ചായയാണ് കുടിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം അത് സാരമില്ല, ഇന്ന് ഇത് കുടിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞാൽ അത് തന്നെ കൊടുക്കും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇന്ന് ഏത് വീട്ടിലേക്കാണ് പോകുന്നത്, ഏത് പെണ്ണിൻ്റെ അടുത്തോട്ടാണ് പോകുന്നത് എന്ന് പറയുമായിരുന്നേ എളുപ്പമായിരുന്നു, ആ വീടിൻ്റെ വാതക്കയിലേക്ക് ഒരു വണ്ടി വിട്ടാൽ മതിയല്ലോ, ഞാൻ കഷ്ടപ്പെടണ്ടല്ലോ എന്ന് പറഞ്ഞ് പിന്നെയും പറഞ്ഞിട്ടാട്ടോ പോകുന്ന ഓരോന്ന്. പക്ഷേ മഹേഷിന് ഇതൊന്നും ഓർമ്മയില്ല. ഇഷിത പോയി കഴിയുമ്പോൾ മഹേഷ് ഓർക്കുമോ, ഞാൻ ഇന്നലെ എവിടെയാണ് പോയത്, എന്താ ചെയ്തേ എന്നൊക്കെ ആലോചിക്കുവാണ് മഹേഷ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രിയാമണി മാഷും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇരുന്നുള്ളൂ, അന്തേക്കും ഞാനൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഇഷിത അങ്ങോട്ട് വരും. എന്നിട്ട് ഇഷിത പറയുന്നുണ്ട്, അവിടെ ഇന്ന് മൊത്തം നോണ, അതുകൊണ്ട് ഞാനിങ്ങ് പോകുന്നു എന്ന് പറയുമ്പം പ്രിയാമണി പറയുന്നുണ്ട്, അവിടെ എന്ന് നോണാകുന്നത് എനിക്കിഷ്ടം, കാരണം നീ ഇങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ വരുമല്ലോ, നിനക്കുള്ളത് ഞാൻ ഇന്നും ഉണ്ടാക്കാറുണ്ട് എന്ന് പറയും. എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ചിപ്പിമോൾക്കൊക്കെ എങ്ങനെയാണെന്ന് പറയുമ്പോൾ ചിപ്പിമോൾ ഹാപ്പിയാണ്, ഞാൻ ഹാപ്പിയാണെന്ന് പറയും. അന്നേരം പ്രിയാമണി ചോദിക്കുന്നുണ്ട്, അപ്പോൾ മഹേഷിൻ്റെ കാര്യമെന്ന്. അന്നേരം മഹേഷിനും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ, എന്നിട്ടാണോ മഹേഷിൻ്റെ അച്ഛൻ ഇവിടെ വന്ന് മഹേഷിന് എന്തോ പ്രശ്നമുണ്ട്, സൈക്കോളജിസ്റ്റിനെ കാണണമെന്നൊക്കെ പറഞ്ഞത്, അത് വെറുതെ പറഞ്ഞതാണോ എന്ന് ചോദിക്കും. അന്നേരം അയ്യോ, അത് ഞാൻ മഹേഷിനോട് ചോദിച്ചായിരുന്നു, മഹേഷിൻ്റെ ഓഫീസിൽ ചില പ്രശ്നങ്ങളുണ്ട്, ലേബർ പ്രോബ്ലം ആണ്, അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ കമ്പനിയുടെ ഗ്രോത്ത് താഴോട്ട് പോകും, അതിൻ്റെ ടെൻഷനാണ് എന്ന് പറയും. പ്രിയാമണി അതങ്ങ് വിശ്വസിക്കും. പിന്നെ ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുക. അപ്പോൾ ഒപ്പം തന്നെ മാഷ് എഴുന്നേൽക്കുന്നുണ്ട്. രണ്ടുപേരുടെ വാഷ് ബേസിൻ്റെ അവിടെ വെച്ച് പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് അച്ഛനോട് മാത്രമായിട്ടൊരു കാര്യം പറയണം, അച്ഛൻ പുറത്തേക്കൊന്ന് വരണം കേട്ടോ, അമ്മ അറിയണ്ട എന്നും പറയും. എന്നിട്ട് ഇഷിത പുറത്തേക്ക് പോരുവാണ്. ഇഷിതങ്ങ് പോയിന്ന് കഴിയുമ്പോഴേക്കും മാഷ്, അയ്യോ ഞാൻ അവളോട് കാര്യം പറയാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് പുറകെ പോരുക. എന്നിട്ട് വന്ന് ചോദിക്കുമ്പം ഇഷിത മാഷിനോട് പറയുന്നുണ്ട്, മഹേഷിന് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, എന്താണെന്ന് അറിയില്ല, ഞാൻ പല പ്രാവശ്യം ചോദിച്ചിട്ടും ഒന്നും പറയുന്നില്ല, ഒരു സൈക്കോളജിസ്റ്റിനെ കാണണം എന്നൊക്കെയുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, എങ്ങനെയാവുമെന്ന് അറിയില്ല, അമ്മ ഇതൊന്നും അറിയണ്ട എന്നും പറയും. അത് കഴിഞ്ഞ് ഇവരങ്ങ് സംസാരിച്ച് താഴോട്ട് വരുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് മഹേഷൻ വരുന്നത്. അങ്ങനെ മഹേഷ് ഇങ്ങനെ, താൻ പോയില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഞാനിവിടെ അടുത്തുള്ളൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് വന്ന് നിന്നതാണ് എന്ന് പറയും. അന്നേരം മഹേഷ് ഭയങ്കര സ്നേഹത്തോടെ മാഷിനോട് ചോദിക്കുന്നുണ്ട്, മാഷെ സുഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, സുഖമൊക്കെയാണ്, ഒരു ഡോറിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ ഇപ്പോഴത്തെ വീട്ടിലേക്ക്, ഇടയ്ക്കൊക്കെ അങ്ങോട്ടും വരാൻ കേട്ടോ എന്നൊക്കെ പറയും. വരാമെന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടെ രണ്ടുപേരൂടെ പോവുകയാണ്. അന്നേരം മാഷ് ഓർക്കുന്നുണ്ട്, മഹേഷിന് ഒരു കുഴപ്പമില്ലല്ലോ, ഇവർക്ക് തോന്നിയതാണോ എന്നൊക്കെ മാഷ് ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രണ്ടുപേരും എപ്പോഴും ഉള്ള ടോമാഞ്ചേരി വഴക്കുണ്ടല്ലോ, അത് തുടങ്ങുവാണ്. അന്നേരം മഹേഷ് പറയുന്നുണ്ട്, ഞാൻ ആരാണ് എന്നറിയണമെങ്കിൽ ഇടയ്ക്കൊക്കെ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് നോക്കണം, അവിടെ അങ്ങോട്ട് നോക്കുവാണെങ്കിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാകും, സൂക്ഷിച്ച് നോക്കിയാൽ ചിലപ്പം തന്നെയും കാണാൻ പറ്റും എന്ന് പറയുമ്പോൾ ചെറിയൊരു സന്തോഷം വരുന്നുണ്ട് ഇഷിതയ്ക്ക്. എന്നിട്ട് ബൈ പറഞ്ഞ് രണ്ടുപേരൂടെ 2 വണ്ടിയിലാണല്ലോ പോകുന്നത്, വണ്ടിയുടെ അടുത്തോട്ട് പോവുകയാണ്. മഹേഷിൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പയ്യെ സ്ലോ ചെയ്യും ഇഷിതയുടെ വണ്ടിയുടെ അടുത്ത്. എന്നിട്ട് പറയുന്നുണ്ട്, ആരതിയുടെ കേസിൽ ഞാൻ സറണ്ടർ
സറണ്ടറായാലും തന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല കേട്ടോ, കാരണം താൻ എൻ്റെ മകളുടെ അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടി അങ്ങ് വണ്ടി എടുത്തുകൊണ്ട് പോവാണ്. അന്നേരം ഈശോയ്ക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ഈശിത ഹോസ്പിറ്റലിൽ വരുന്നു. ലാസ്റ്റ് പേഷ്യൻറ്റിനെ നോക്കിയതിന് ശേഷം എഴുന്നേൽക്കുമ്പോഴേക്കുമാണ് അങ്ങോട്ടേക്ക് സ്റ്റീഫൻ ഡോക്ടർ വരുന്നത്. എന്നിട്ട് പറയും, ഞാൻ ആരതിയുടെ കാര്യം പറയാൻ വേണ്ടി വന്നത്. ഏതായാലും ശുഭപ്രതീക്ഷയാണ് എല്ലാ കാര്യത്തിലും. ആരതിയുടെ ഓർഗൻസൊക്കെ ഇപ്പം നോർമലായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. പൾസും പ്രഷറും എല്ലാം ഇപ്പം നോർമലാണ് എന്ന് പറയുമ്പം ഭയങ്കര സന്തോഷമാവുന്നുണ്ട് ഈശിതയ്ക്ക്. അപ്പം താങ്ക്സ് പറയുമ്പം ഡോക്ടർ പറയുന്നുണ്ട്, താങ്ക്സ് പറയേണ്ടത് എനിക്കല്ല, ആ ഇൻഫോമർക്കാണ്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു തന്നതുകൊണ്ടാണ് നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റിയത് എന്ന് പറയും. അന്നേരം അതാരാണ് എന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടോ ഇവർക്ക്. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കറക്റ്റ് മഹേഷ് വിളിക്കും. എന്നിട്ട് ആരതിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും. എല്ലാം നോർമലായി തുടങ്ങി. നിങ്ങൾ സഹായിച്ചതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു കാര്യം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്. ഞങ്ങളെ രക്ഷിച്ചത് നിങ്ങളാണ്, ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കും. അന്നേരം എന്തിനെ ഡോക്ടർ അങ്ങനെ കാണുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ, നിങ്ങൾ എന്തിനു വേണ്ടി ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോഴും സെയിം കാര്യം തന്നെ പറയും. ഞാൻ ഇഷിത ഡോക്ടറിനെ ഇഷ്ടപ്പെടുന്ന ഒരു അഭ്യുദയകാംക്ഷയാണ്, അതുകൊണ്ടാണെന്ന്. ഫോൺ വെച്ചതിന് ശേഷം അയാൾ എന്താണ് പറഞ്ഞത് എന്ന് ഇഷിത ചോദിക്കുമ്പോഴും ഈ കാര്യം തന്നെ പറയുമ്പോൾ ഇഷിതയ്ക്ക് ഭയങ്കര സന്തോഷം. അതാരാണെന്നൊന്ന് കണ്ടുപിടിക്കണമല്ലോ. ഏതായാലും ആരതിയുടെ അസുഖമൊക്കെ മാറിക്കഴിഞ്ഞാൽ ഒരു ട്രീറ്റ് ഉണ്ടാവും. ആ കൂടെ നമുക്ക് ആ ഇൻഫോമറെ കൂടെ പങ്കെടുപ്പിക്കണം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്നും ഇഷിത പറയുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ പോകാൻ തുടങ്ങുമ്പോഴേക്കും ഇഷിത ഇപ്പോൾ വന്ന ആ നമ്പർ ഒന്ന് തരാമോ എന്ന് ചോദിക്കും. തരാമെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഒരു റൈറ്റർ പാഡിൽ അത് എഴുതി കൊടുക്കും കേട്ടോ. അപ്പം ഡോക്ടർ പോയതിന് ശേഷം ഇഷിത ആ നമ്പർ ഫോണിലേക്ക് സേവ് ചെയ്യാൻ തുടങ്ങുവാണ്. അന്നേരമാണ് അത് മഹേഷിൻ്റെ നമ്പറാണ് എന്നറിയുന്നത്. അപ്പോൾ ഇഷിതയ്ക്ക് ഭയങ്കര സന്തോഷം. ഇഷിത ചാടി എഴുന്നേറ്റ് അതിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുവാണ്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ മനുഷ്യനെ മാത്രം എനിക്ക് ഇതുവരെ പിടികിട്ടുന്നില്ലല്ലോ എന്ന്. എന്നിട്ട് പ്രൊഫൈൽ പിക്ചർ പയ്യൊന്ന് സൂം ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. ഒരുപാട് ഇഷ്ടവും സ്നേഹവും ഒക്കെ വരുന്നുണ്ട് ഇഷിതയുടെ മുഖത്ത്. പിന്നീട് മഹേഷിൻ്റെ ഓഫീസാണ് കാണിക്കുന്നത്. ഓഫീസ് റൂമിലേക്ക് വിവേക് വരും. എന്നിട്ട് പല കാര്യങ്ങളും കുളമായിട്ട് കിടക്കുവാണ്. ഒന്നിലും മഹേഷ് ശ്രദ്ധിക്കുന്നില്ല. സൈറ്റ് വിസിറ്റ് നടത്തിയിട്ടും കുറേ ദിവസമായി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം മഹേഷ് പറയുന്നുണ്ട്, സാരമില്ല, എല്ലാം ശരിയാവും, ഇന്ന് നീ സൈറ്റ് വിസിറ്റിങ് വെച്ചു, ഞാൻ വരാമെന്ന് പറയുവാണ്. അങ്ങനെ വിവേക് അങ്ങ് പോകുന്നു. വിവേക് പോയി കഴിയുമ്പോഴേക്കും പിന്നെയും നമ്മുടെ ആകാശ് പറഞ്ഞ കാര്യം തന്നെ ഓർക്കുവാണ് കേട്ടോ, ചിപ്പിയുടെ കാര്യം. അത് ഓർത്തിങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്നതേക്കും ആകാശ് വരുന്നതായിട്ട് കാണിക്കുന്നു. ആകാശ് മറ്റേ ഹോസ്പിറ്റലിൻ്റെ തർക്കലിടുന്ന കാര്യം പറയുവാണ്. എൻ്റെ മകളുടെ പേരിലാണ് ഞാൻ തുടങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഇറിറ്റേറ്റ് ചെയ്യുവാണ് മഹേഷിനെ. അപ്പോൾ ദേഷ്യം വന്നിട്ട് മഹേഷ് അവിടെ ഇരിക്കുന്ന ഒരു കുപ്പി എടുത്ത് ആകാശിൻ്റെ തലയ്ക്കടിക്കുന്നു. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.